കഴിഞ്ഞ ദിവസം ആം ആദ്മി പാർട്ടിയുടെ 7 രാജ്യസഭാ എംപിമാർ രാജിവെച്ച് BJP-യിലേക്ക് കൂടുമാറി. രാഘവ് ചദ്ദയുടെ നേതൃത്വത്തിലായിരുന്നു ഈ വഞ്ചനാപരമായ തീരുമാനം. രാഘവ് ചദ്ദ എന്ന് പറഞ്ഞാൽ സമൂഹ മാധ്യമങ്ങളിൽ നല്ല സ്വാധീനവും സ്വീകാര്യതയുമുള്ള രാഷ്ട്രീയ നേതാവായിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ മാത്രം 14.6 ദശലക്ഷം ഫോളോവേഴ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാൽ ആപ്പ് വിട്ട് BJP-യിൽ പോയി 24 മണിക്കൂറിനകം അതിൽ നിന്ന് 10 ലക്ഷത്തിലധികം പേർ വിട്ടുപോയി. ഓരോ മണിക്കൂറിലും ലക്ഷങ്ങളാണ് അദ്ദേഹത്തെ അൺഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3 ദിവസമായപ്പോഴേക്കും 20 ലക്ഷത്തിലധികം പേർ ചദ്ദയോട് സലാം പറഞ്ഞു. ഇപ്പോൾ 12.3 മില്യൺ ഫോളോവേഴ്സാണ് ചദ്ദയ്ക്കുള്ളത്. ചദ്ദയെ അൺഫോളോ ചെയ്യാനുള്ള ഹാഷ്ടാഗ് ഇൻസ്റ്റയിൽ വളരെ പോപ്പുലറായി കഴിയുകയും ചെയ്തു. അജിംസ്, ഇത് ജെൻസി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് പൊളിറ്റിക്സിലൊന്നും വലിയ താല്പര്യമല്ലാത്ത ആളുകൾ എന്ന രീതിയിലൊക്കെ പലരും വ്യാഖ്യാനിക്കാറുണ്ട്. ഈ ജെൻസി പക്ഷേ കൃത്യമായ ഒരു പൊളിറ്റിക്സ് ഇക്കാര്യത്തിൽ എടുക്കുന്നു എന്നാണ് സൂചന. അല്ല, രാഘവ് ചദ്ദ ആം ആദ്മി പാർട്ടിയിലായിരുന്നപ്പോൾ അദ്ദേഹം രാജ്യസഭയിൽ നടത്തിയ പ്രസംഗങ്ങളിൽ പലതും സാധാരണക്കാരായ മനുഷ്യരെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. ചിലപ്പോൾ നമുക്ക് തമാശയായിട്ട് തോന്നും, എയർപോർട്ടിലെ മുട്ട പപ്സിന് വില കൂടുതലാണ്, എയർപോർട്ടിൽ ചായക്ക് വില കൂടുതലാണ്. ഇതൊക്കെയാണോ രാജ്യസഭയിൽ പ്രസംഗിക്കേണ്ട കാര്യം തോന്നും. പക്ഷേ നമ്മൾ എയർപോർട്ടിൽ കാരണം ഇന്ന് സാധാരണക്കാർ, മൈഗ്രൻ്റ് ലേബേഴ്സ് വരെ ഫ്ലൈറ്റിലാണ് നാട്ടിലേക്ക് യാത്ര ചെയ്യുക, അല്ലെങ്കിൽ അങ്ങോട്ട് ജോലി സ്ഥലത്തേക്ക് പോയി ചെയ്യുന്ന സംദർഭമാണിത്. നമ്മൾ എയർപോർട്ടിൽ ഒരു 2 മണിക്കൂർ നിന്നു, വിശന്നാൽ നമ്മൾ പെട്ടുപോകും. ആ മാതിരി ചാർജാണ്. അപ്പോൾ അത്തരം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം അദ്ദേഹം രാജ്യസഭയിൽ ഉന്നയിച്ചു. അതായിരുന്നു അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ പെനിട്രേഷൻ ആയി കൊടുത്തൊരു ഒരു പ്രസംഗം. അത് ഒരു വിഷയമാണ്. അതിൽ കേന്ദ്ര സർക്കാർ ഇടപെടുകയും അത്തരത്തിൽ വില കുറഞ്ഞ ഭക്ഷണം ലഭ്യമാക്കുന്ന സ്ഥാപനങ്ങൾ എയർപോർട്ടുകളിൽ കൊണ്ടുവരികയും ചെയ്തു. അത് വലിയൊരു മാറ്റമായിരുന്നു. മറ്റൊന്ന് ഈ ടെലികോം കമ്പനികളുടെ കൊള്ളയെക്കുറിച്ചാണ്. 28 ദിവസത്തെ പാക്കേജ്, നമ്മൾ 1 മാസത്തെ കാശ് വാങ്ങിയിട്ട് 28 ദിവസത്തെ നമുക്ക് സർവീസ് തരുന്നുള്ളൂ. ഒരു വർഷമാകുമ്പോൾ 1 മാസത്തെ റീചാർജ് കൂടുതലായി ടെലികോം കമ്പനികൾ വാങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗമുണ്ട്. അതിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. ഇതൊക്കെ യഥാർത്ഥ റിയൽ ഇഷ്യൂ ആണല്ലോ. ഇതൊന്നും ആരും പറയുന്നില്ല. നമ്മൾ ഫാഷിസത്തെക്കുറിച്ച് ഘോരഘോരം പ്രതിപക്ഷം സംസാരിക്കുമ്പോൾ ജനങ്ങളെ ബാധിക്കുന്ന നേരിട്ടുള്ള പ്രശ്നങ്ങൾ, ഇത്തരം പ്രശ്നങ്ങൾ ജെൻസിയെ വലിയ സ്വാധീനിച്ചു. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കട്ട് ചെയ്ത് എന്ത് ചെയ്യുന്നു, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടുകയും യൂത്ത് വളരെയധികം ആ പ്രസംഗങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇതിങ്ങനെ നടക്കുമ്പോഴാണ് മറുവശത്ത് ചദ്ദയ്ക്കെതിരെ വലിയ തോതിലുള്ള വിമർശനം ഉയരുന്നത്. അത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്നാണ്. അദ്ദേഹം അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുമ്പോഴോ പുറത്തിറങ്ങുമ്പോഴോ ഒന്നും അദ്ദേഹത്തെ കാണാനില്ല. കെജ്രിവാളിൻ്റെ ജയിൽവാസത്തെ പറ്റിയോ കേന്ദ്ര ഏജൻസികൾ ആ പാർട്ടിയെയും നേതാക്കളെയും വേട്ടയാടുന്നതിനെ കുറിച്ച് ഒരു അക്ഷരം പാർലമെന്റിനകത്തോ പുറത്തോ അദ്ദേഹം മിണ്ടുന്നില്ല. അപ്പോൾ ഇത് നടത്തുന്ന ഒരു സോഫ്റ്റ് PR വർക്കാണ്. അദ്ദേഹത്തിൻ്റെ പോക്ക് ശരിയല്ല എന്ന് നേരത്തെ തന്നെ ആം ആദ്മി പാർട്ടിയിൽ വിമർശനമുണ്ട്. നമ്മൾ മുമ്പ് തന്നെ ഇദ്ദേഹത്തെ പുറത്താക്കിയ സമയത്ത് തന്നെ നമ്മളിവിടെ പറഞ്ഞതാണ്, ഇദ്ദേഹം ഉടൻ BJP-യിൽ ചേരുന്നു, അല്ലേ? ഓർക്കുന്നുണ്ടോ? ഇത്രയും ഒരു ലോഡോടെ കൊണ്ടുപോകും നമ്മൾ വിചാരിച്ചില്ല. ലോഡോടെ കൊണ്ടുപോകുന്നല്ല വിചാരിച്ചു. ഇത്ര പെട്ടെന്നാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇത്ര പെട്ടെന്ന് പോകുമെന്ന് വിചാരിച്ചില്ല. BJP-യിലേക്കുള്ള കാരണം ആ ഒരു പൊളിറ്റിക്കൽ ബിഹേവിയർ കാണുമ്പോൾ അറിയാം. ഒരു ഫാഷിസ്റ്റ് സർക്കാർ തങ്ങളുടെ പാർട്ടി സ്ഥാപകനെ ഉൾപ്പെടെ, ഒരു മുഖ്യമന്ത്രി ഉൾപ്പെടെ ജയിലിലടയ്ക്കുന്നു, കള്ളക്കേസുണ്ടാക്കി വേട്ടയാടുമ്പോൾ അതേക്കുറിച്ച് ഒരു MP ഒരക്ഷരം പോലും പാർലമെന്റിൽ പറയില്ല എന്ന് മാത്രമല്ല, പഫ്സിന്റെ വിലയെക്കുറിച്ച്, അത് വിഷയമല്ല എന്നല്ല ഞാൻ പറയുന്നത്, പഫ്സിന്റെ വിലയെക്കുറിച്ച് സംസാരിച്ചാൽ അതിൽ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമുണ്ട്. ആ പ്രശ്നമാണ് അദ്ദേഹത്തെ BJP-യിലേക്ക് എത്തിയത്. അത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്താണ് BJP പോകാൻ. അതൊരു സമയത്ത് പോയി എന്നേ ഉള്ളൂ. പക്ഷേ അത് ആൾക്കാർ ഇതിനെ കാണുന്ന ഇന്റഗ്രിറ്റിയുടെ പ്രശ്നമായിട്ടാണ്. ഏത് രാഷ്ട്രീയത്തിൻ്റെ കൂടെ നിങ്ങൾ നിൽക്കുമ്പോഴും നിങ്ങൾ പറയുന്ന വർത്തമാനത്തെ പിന്തുണച്ച് അദ്ദേഹത്തിന് വളരെ പൊടുന്നനെയാണ് ഡിജിറ്റൽ സ്പേസിൽ വലിയ തോതിലുള്ള പിന്തുണക്കാരെ കിട്ടിയത്. കാരണം അദ്ദേഹം ഈ നടത്തിയിട്ടുള്ള എയർപോർട്ടിലെ സാധനങ്ങളുടെ വിലക്കയറ്റത്തെക്കുറിച്ചും അല്ലെങ്കിൽ ടെലികോം മേഖലയിലെ തട്ടിപ്പിനെ കുറിച്ചൊക്കെ അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹം സാധാരണക്കാരായ മനുഷ്യർ, ഈ ടെലികോമിലെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞാൽ ഡാറ്റ ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരായിട്ടുള്ള മനുഷ്യന്മാരെ മുന്നിൽ സ്വാധീനിക്കുന്ന മിഡിൽ ക്ലാസിന്റെ വിഷയമാണ്. അതിന്റെ പേരിലാണ് അതിന് വലിയ തോതിലുള്ള പിന്തുണക്കാർ കുത്തിക്കയറി വന്നത്. പക്ഷെ അദ്ദേഹം ഉന്നയിച്ച എല്ലാ പ്രശ്നങ്ങളുടെയും മർമ്മം എവിടെയായിരുന്നു? അത് ഭരണകൂടം, അതായത് ഇന്ത്യയിലെ അഡ്മിനിസ്ട്രേഷൻ ശരിയായി പ്രവർത്തിക്കാത്തത് കൊണ്ട് നാം കൊള്ളയടിക്കപ്പെടുന്നു എന്നതായിരുന്നു അതിന്റെ കോർ പോയിന്റ്. അതായത് 28 ദിവസത്തെ സർവീസ് എന്നിട്ട് 31 ദിവസത്തെ പൈസ ഈടാക്കുന്നു. അത് നിയന്ത്രിക്കാൻ ഇവിടുത്തെ സർക്കാരിന്റെ അല്ല, പക്ഷെ അത് ജനം മനസ്സിലാക്കിയതാണ്. അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു പ്രശ്നത്തെ ജനം മനസ്സിലാക്കിയത് ഭരണകൂടം തിരുത്തുന്നില്ല എന്നുള്ളതാണല്ലോ. എയർപോർട്ടിൽ നിങ്ങൾ പോയാൽ ഒരു ചായ കുടിക്കണമെങ്കിൽ 200 രൂപ കൊടുക്കണം, അത് 10 രൂപയ്ക്ക് ചായ കിട്ടുമല്ലോ, തിരുത്താൻ സർക്കാർ തയ്യാറാവുന്നില്ല എന്ന നിലയ്ക്കാണ് ആളുകൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു പ്രശ്നം അയാൾ ഉന്നയിക്കുന്നു. അയാൾ സ്പെസിഫിക് ആയിട്ട് മോദിയെ കുറ്റം പറഞ്ഞെങ്കിലും അയാൾ ഒരു ഭരണകൂടത്തിന്റെ പ്രശ്നം അവതരിപ്പിക്കുന്നു എന്നാണ് ജനം അല്ലെങ്കിൽ ചെറുപ്പക്കാർ മനസ്സിലാക്കിയത്. അതേ അയാൾ ഇന്നലെ വരെ കുറ്റം പറഞ്ഞു വിടുന്ന അതേ സിസ്റ്റത്തിന്റെ ഭാഗമായി പോയി ചേരുക. നാളെ അയാൾക്ക് ഇത് ഉന്നയിക്കാൻ പറ്റുമോ? ഇല്ല. നാളെ നരേന്ദ്രമോദി ഏതെങ്കിലും വിധത്തിൽ പ്രതിസ്ഥാനത്ത് വരുന്ന ഒരു പ്രശ്നം പരോക്ഷമായി പോലും ഉന്നയിക്കാൻ കഴിയാത്ത വിധമുള്ള ബന്ധിതമായ ഒരു കൂടാരത്തിലേക്കാണ് ആ കക്ഷി ചെന്ന് കയറാൻ പോകുന്നത്. അപ്പോൾ അയാൾ ഉന്നയിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ കേവലമായിട്ടുള്ള ഒരു ഉപരിപ്ലവമായ സാധനമായിരുന്നു, പെരിഫറലായിരുന്നു, യാതൊരു ആത്മാർത്ഥ്യമില്ല.
പരസ്പരം ഈ പുതിയ തലമുറ നിങ്ങൾ എടുക്കുക, അവർ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്ന സംഗതിയാണ് ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്ന സംഗതി. നിങ്ങൾ പറയുന്നതിലെ ആത്മാർത്ഥത, നിങ്ങൾ ചെയ്യുന്നതിലെ ആത്മാർത്ഥത, നിങ്ങളുടെ രാഷ്ട്രീയ നിലപാടിലെ ക്ലാരിറ്റി, ഇത് ആഗ്രഹിക്കുന്ന തലമുറയാണ് ആ ഡിജിറ്റൽ സ്പേസിലുള്ളത്. അതിൽ ഇയാളൊരു വഞ്ചകനും കള്ളനുമാണെന്ന് ബോധ്യപ്പെട്ട നിമിഷത്തിൽ അയാളെ അൺസബ്സ്ക്രൈബ് ചെയ്യുന്ന വിട്ടുപോകുന്ന ആൾക്കാരെ കാണുന്നു. നമ്മളെല്ലാവരും അപ്പൊളിറ്റിക്കലാണെന്ന് പറയുമ്പോഴും പൊളിറ്റിക്കലായിട്ടുള്ള മനുഷ്യന്മാരുണ്ട്. ഇപ്പൊ വാങ്ങിച്ചു കൊടുത്ത ട്രോളിന് കൈ കണക്കുണ്ടോ? എന്താണ് ശരിക്കും താൻ ചെയ്ത രാഷ്ട്രീയ നിലപാടിലെ പ്രശ്നമെന്ന് ശരിക്കും രാഘവ് ചദ്ദയ്ക്ക് മനസ്സിലാവുന്നുണ്ടാവും. കാരണം അതിന്റെ എല്ലാ ഡയമെൻഷനിലുള്ള ഏറ്റവും രസകരമായ ട്രോള് പ്രകാശ് രാജിന്റെയാണ്. പോലീസ് ഗുണ്ടകളെ അമർ ചെയ്യുന്ന പണി മര്യാദയ്ക്ക് ചെയ്യുന്നില്ല, കൊള്ളക്കാരെ അമർ ചെയ്യുന്ന പണി മര്യാദയ്ക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ ദാവൂദ് ഇബ്രാഹിമിന്റെ പാർട്ടിയിൽ സംഘടിപ്പിച്ചു. അമ്മാതിരി സാധനമാണ് വരുന്നത്. ഇങ്ങനത്തെ ട്രോള് നമ്മൾ ധ്രുവ് റാട്ടിയെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുന്നവരും രാഘവ് ചദ്ദയെ അൺഫോളോ ചെയ്യുന്നവരും ഈ രാജ്യത്തിന്റെ പ്രതീക്ഷയാണ്. ഫൈനൽ ആർഗ്യുമെന്റ് ഇവിടെ പൂർത്തിയാകുന്നു.